1997 ഗുരു എന്ന മലയാള സിനിമ റിലീസായി. ശാന്തഗിരി, ആൾദൈവം, കരുണാകര ഗുരു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായി കടത്താൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക് മൂവി ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു ഗുരു എന്ന മലയാള സിനിമ. കാരണം ഇത് സംസാരിക്കുന്ന വിഷയം തന്നെയാണ്. കാലത്തിനും ദേശത്തിനും ഭാഷയ്ക്കുമപ്പുറം മതത്തെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് സിനിമ സംസാരിക്കുന്നത്. മതം ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരു മതിലായി നിന്ന് തടസ്സം സൃഷ്ടിക്കുന്നു. മതമാണ് മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത്, ദൈവത്തെ ശരിയായ രീതിയിൽ കാണാൻ കഴിയാത്തത് മതം മൂലമാണ് എന്നാണ് സിനിമ പറയുന്ന ബേസിക് വിഷയം. ഇവിടെ ദൈവം എന്ന് പറയുമ്പോൾ പരസ്പര സ്നേഹം, സഹകരണം, സാഹോദര്യം എന്നിങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കപ്പെടാം. ബേസിക്കലി മനുഷ്യത്വം എന്നൊരു സംഭവം. പക്ഷേ ഈ വിഷയം പറയുന്നതിൽ കൂടി ആൾദൈവ കോൺസെപ്റ്റ് കടത്താൻ ശ്രമിച്ചതിലാണ് സിനിമയുടെ ഉപജ്ഞാതാക്കൾക്ക് തെറ്റുപറ്റിയത്. അവിശ്വാസിയായിട്ടുള്ള രഘുരാമൻ എന്ന വ്യക്തി ഒരു വർഗീയ കലാപത്തെ തുടർന്ന് ഒരു മതഭ്രാന്തനായി മാറുന്നു. മറ്റു മതങ്ങളിൽപ്പെട്ട ആൾക്കാരെ ഇല്ലാതാക്കാനായി ശ്രമിച്ചുകൊണ്ട് രഘുരാമൻ ഒരു ആശ്രമത്തിൽ എത്തപ്പെടുകയാണ് സിനിമയിൽ ചെയ്യുന്നത്. രഘുരാമൻ ചെയ്യാൻ പോകുന്ന തെറ്റിൽ നിന്ന് രഘുരാമനെ തിരുത്തുക എന്ന ദൈവിക നിയോഗവുമായി എത്തിയ ആ ആശ്രമത്തിലെ അന്തേവാസിയായിട്ടുള്ള വൈദേഹി എന്ന പെൺകുട്ടി. ഈ പെൺകുട്ടി ആത്മദർശനം നേടിയ പെൺകുട്ടി എന്നാണ് ആ ആശ്രമത്തിലുള്ളവർ പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ചിന്തയും മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഡയറക്റ്റ് കാണാതെ തന്നെ മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് ഈ കുട്ടിക്കുണ്ട്. അപ്പോൾ ഈ വൈദേഹി രഘുരാമനെ തടയുകയാണ്. അപ്പോൾ രഘുരാമന്റെ ഗുരുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വൈദേഹി മറുപടിയായിട്ട് പറയുന്നുണ്ട്, ആരാധനാദോഷം കൊണ്ട് അന്ധരായി പോയവരുടെ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ വെളിച്ചവുമായി എത്തുന്ന ഗുരുക്കന്മാരെ നാം എങ്ങനെ തിരിച്ചറിയും? അവരുടെ ത്യാഗത്തിന്റെ വേദന അനുഭവത്തിലൂടെ അറിയുന്നത് വരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുകയില്ല. അത് തന്നെയാണ് സിനിമ സംസാരിക്കുന്ന വിഷയം. ഒരു മത തീവ്രവാദിയായി മാറിയ രഘുരാമനെ ഒരു സ്വപ്നത്തിൽ കൂടി കടത്തിവിട്ട് ഗുരു കടന്നു വന്ന ത്യാഗത്തിന്റെ വേദനകളിൽ കൂടി കടത്തിവിട്ട് ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുക, സമൂഹത്തെ രക്ഷിക്കുക എന്നതായിരുന്നു അവിടെ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ഈ സിനിമയിൽ നടക്കുന്നത്. സത്യത്തിൽ ആ സ്വപ്നത്തിൽ കൂടി രഘുരാമന്റെ ജീവിതത്തിൽ രഘുരാമൻ സെലക്ട് ചെയ്ത തെറ്റായിട്ടുള്ള പാത തിരുത്തി ശരിയിലേക്ക് രഘുരാമനെ നയിക്കുകയും അത് സമൂഹത്തിൽ ഗുണകരമായി മാറ്റുകയും ചെയ്യുക എന്നാണ് അവിടെ ആശ്രമവാസികൾ അല്ലെങ്കിൽ ഗുരു ഉദ്ദേശിച്ചത്. കാരണം രഘുരാമന്റെ സ്വപ്നത്തിലെ സാഹചര്യവും രഘുരാമന്റെ ജീവിത സാഹചര്യവും ഏകദേശം ഒരുപോലെയായിരുന്നു. കുറെ സാമ്യതകൾ ഉണ്ടായിരുന്നു. പാദമുദ്രകൾ സ്പർശിക്കുന്ന രഘുരാമൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീഴുകയാണ്. ആ സ്വപ്നത്തിൽ താനൊരു അന്ധന്മാരുടെ ലോകത്തിലേക്ക് എത്തിപ്പെടുകയാണ്. രഘുരാമന് കാഴ്ചശക്തിയുണ്ട്, പക്ഷേ ആ കാഴ്ചയുടെ വില രഘുരാമൻ ശരിയായി മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ രഘുരാമൻ ശരിയായ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും തെറ്റായിട്ടുള്ള ജീവിത രീതികൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം രഘുരാമൻ ജീവിക്കുന്നത് അന്ധവിശ്വാസികളായ ഒരുപിടി ആൾക്കാരുടെ ഇടയിലാണ്. രണ്ട് സ്ഥലങ്ങളിലും ഈ സ്വപ്നത്തിലും രഘുരാമന്റെ ജീവിത സാഹചര്യത്തിലും രഘുരാമൻ ഈ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ സ്വപ്നത്തിൽ ഈ നെടുമുടി വേണുവിന്റെ അധ്യാപകന്റെ ക്യാരക്ടർ ആ കുട്ടികൾക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ രഘുരാമൻ ഇടപെട്ട് ശരിയായി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ രഘുരാമന്റെ റിയൽ ലൈഫിൽ ഒരു മുസ്ലിം കുട്ടി അമ്പലത്തിൽ കയറിയതായിട്ടുള്ള പ്രശ്നത്തിൽ ആ ഒരു ആൽമരച്ചുവട്ടിൽ നടക്കുന്ന ചർച്ചയിൽ വഴിവിട്ട് പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് രഘുരാമൻ അവിടെ കയറി ഇടപെട്ട് ആ ചർച്ച കോംപ്രമൈസ് ചെയ്ത് വിടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ രണ്ട് സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ചൂഷണം മൂലം, അവരുടെ കൈകടത്തൽ മൂലം ഈ വിശ്വാസിയും അവിശ്വാസിയുമായ ആൾക്കാരുടെ ഇടയിൽ തന്നെ രണ്ട് ചേരികൾ രൂപപ്പെടുകയാണ്. അതിൽ തന്നെ ഒരു ചേരിയിൽപ്പെട്ട ആൾക്കാർ മറ്റേ ചേരിയിൽ മതകലാപം രൂപപ്പെടുകയാണ്. വിശ്വാസികളായ നല്ല മനുഷ്യരെ ഈ മതകലാപത്തിൽ ഇടപെട്ട ആൾക്കാർ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ രക്ഷിച്ചു കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ താമസിപ്പിക്കുന്നതാണ് രഘുരാമൻ റിയൽ ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ, സ്വപ്നത്തിലാണെങ്കിൽ അന്ധരായിട്ടുള്ള കുറച്ച് മനുഷ്യർ, അതിൽ രാജാവുണ്ട്, അധികാരമുള്ള ആൾക്കാരുണ്ട്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഈ അധികാരത്തിലുള്ള ആൾക്കാരുടെ അക്രമത്തിൽ നിന്ന് താഴ്ന്ന വർഗത്തിൽപ്പെട്ട അന്ധരായ മനുഷ്യരെ രക്ഷിച്ച് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി സുരക്ഷിതമായി പാർപ്പിക്കൽ ആണ് ഈ അന്ധരുടെ ലോകത്ത്, ഈ സ്വപ്ന ലോകത്ത് രഘുരാമൻ ചെയ്യുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഈ മതകലാപകാരികളുടെ അക്രമത്തിൽ പ്രിയപ്പെട്ട ആൾക്കാരെ നഷ്ടപ്പെട്ട രഘുരാമൻ അന്ധത ബാധിക്കുകയും ഒരു മതഭ്രാന്തനായിട്ട് മാറി മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരെ ഇല്ലാതാക്കാൻ തുനിഞ്ഞ് ഇറങ്ങുകയും ചെയ്യും. സ്വപ്നലോകത്തിലാണെങ്കിൽ അന്ധന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഇഷ്ട ഭക്ഷണമായിട്ടുള്ള എല്ലാമാപ്പഴത്തിന്റെ പുറംഭാഗം കഴിച്ച് അതിഷ്ടപ്പെട്ട ആർത്തിയോടെ വീണ്ടും വീണ്ടും കഴിച്ച് രഘുരാമന് കാഴ്ച നഷ്ടപ്പെടുന്നു. യഥാർത്ഥ ജീവിതത്തിൽ മതം കൊണ്ട് രഘുരാമന് മനുഷ്യരെ കാണാനുള്ള
കാഴ്ച നഷ്ടപ്പെടുന്നുവെങ്കിൽ, മനുഷ്യരെ സ്നേഹിക്കാനുള്ള കാഴ്ച നഷ്ടപ്പെടുന്നുവെങ്കിൽ, സ്വപ്നത്തിൽ ഫലത്തിന്റെ പുറംഭാഗം കഴിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ്. ഈ ഇലാമപ്പഴം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റെപ്രസെന്റേഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇലാമപ്പഴത്തിന്റെ പുറംഭാഗം മതവും അതിന്റെ ഉൾക്കാമ്പ്, ആ ഒരു വിത്ത് ദൈവമാണ്. ഈ മതത്തിന്റെ ഇലാമപ്പഴത്തിന്റെ പുറംഭാഗത്തിന്റെ രുചിയിൽ മയങ്ങി അതിനെ ആർത്തിയോടെ കഴിക്കുന്നതിനിടയിൽ ഉള്ളിലുള്ള ദൈവമെന്ന ഉൾക്കാമ്പ് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് ഇലാമപ്പഴത്തെ കൂടി സംവിധായകൻ സിനിമയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരു മതഭ്രാന്തനായിട്ട് മാറിയ രഘുരാമൻ ഈ ആശ്രമത്തിൽ എത്തപ്പെടുകയാണ്. സ്വപ്നലോകത്തിലാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ട രഘുരാമൻ ഈ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം കണ്ടുപിടിക്കുകയും അതിന് മരുന്ന് കണ്ടുപിടിക്കുകയും കാഴ്ച കിട്ടാനുള്ള മരുന്ന് കണ്ടുപിടിക്കുകയും സമൂഹത്തിലെത്തി ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആദ്യം കല്ലെറിഞ്ഞ ആൾക്കാർ പിന്നെ രഘുരാമനെ വിശ്വസിച്ച് കാഴ്ച നേടുകയും സമൂഹം നന്നാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ രഘുരാമൻ വീണ്ടും കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഗുരു ഒരു സ്വപ്നത്തിൽ കൂടി രഘുരാമനെ നല്ല മനുഷ്യനാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ സ്വപ്നത്തിലെ അന്ധത തന്റെ ജീവിതത്തിലെ മതം ആണെന്നും മതം മൂലം ദൈവത്തെ കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ദൈവം എന്നാൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സഹകരണവും സാഹോദര്യമൊക്കെ ആണെന്നും ഒക്കെ തിരിച്ചറിവ് നേടുകയും ജീവിതത്തിലേക്ക് വന്ന് ആ ഒരു കലാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നതാണ് സിനിമയിലെ കഥ. ഈ സ്വപ്നലോകത്തെ ഈ അന്ധനായിട്ടുള്ള രാജാവിന്റെ പിടിയിലാകുന്ന രഘുരാമന്റെ കാഴ്ചശക്തി തെളിയിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതായത് ഒരു മതിലിന്റെ ഒരു സൈഡിൽ രഘുരാമനെ കൊണ്ട് നിർത്തിയിട്ട് മറു സൈഡിൽ മറ്റൊരാളെ കൊണ്ട് നിർത്തി ഇതാരെന്ന് പറയണം, എന്താണെന്ന് പറയണം എന്ന് പറയുമ്പോൾ രഘുരാമൻ തിരിച്ച് പറയുന്ന ഒരു മറുപടിയുണ്ട്. കാഴ്ചയുള്ളവരുടെ ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്ത് ഈ മതിൽക്കെട്ട് സത്യത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നു. ഇവിടെ ദൈവത്തെയും സത്യത്തെയും താരതമ്യപ്പെടുത്തുന്നുണ്ട്. ദൈവം എന്നാൽ സത്യമാണെന്നും ആ സത്യത്തെ മറയ്ക്കുന്നത് മതവും മതിലും. മതമാണ് ഒരു മതിൽ പോലെ ആ ദൈവത്തെ, സത്യത്തെ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നത് എന്നൊരു രീതിയിൽ ഒരർത്ഥം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു രംഗത്തിൽ കൂടി യഥാർത്ഥ ജീവിതത്തിൽ മതം മൂലം ദൈവത്തെ, അതായത് സത്യത്തെ അറിയാതെ അക്രമത്തിന് ഇറങ്ങിത്തിരിക്കുന്ന രഘുരാമൻ ആ സ്വപ്നത്തിൽ കൂടി ഇത് തിരിച്ചറിഞ്ഞ് ഈ സീൻ കഴിഞ്ഞാൽ രഘുരാമൻ ഉണരുകയാണ്. ഉണർന്ന ആയുധമല്ല സ്നേഹമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ സമൂഹത്തിലോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ രഘുരാമനുണ്ടായ ആ തിരിച്ചറിവ് കൂടി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു സീൻ ഉൾപ്പെടുത്തിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് രഘുരാമൻ കാണുന്ന സ്വപ്നത്തിലേക്ക് വന്നാൽ നമ്മൾ സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? ഉണർന്നിരിക്കുന്ന സമയത്ത് കാണുന്ന ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് അത് നമ്മളറിയാതെ അൺകോൺഷ്യസ് മൈൻഡ് കണക്ട് ചെയ്ത് ഒരു സ്വപ്നമായി കാണുകയാണ് ചെയ്യുന്നത്. രഘുരാമന്റെ കാര്യത്തിൽ വന്നാലും രഘുരാമൻ ആ ഒരു ആശ്രമത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഭ്രാന്തനെ കാണിക്കുന്നുണ്ട്. ആ ഭ്രാന്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പുലമ്പുന്നത്, ഇരുളിന്റെ ലോകത്ത് രാജാവ് വന്നാൽ പകലിന്റെ കാലത്ത് കാര്യമില്ല, കാക്കകൾ മൂങ്ങയെ കുത്തിത്തുരത്തും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈനും ഈ ഭ്രാന്തന്റെ വസ്ത്രധാരണമൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് ഈ സ്വപ്നത്തിലെ ആൾക്കാരുടെ വസ്ത്രധാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതും ഈ ഭ്രാന്തന്റെ ഭാഷയാണ് സ്വപ്നത്തിലെ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇയാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കടന്നിട്ടാണ് സ്വപ്നത്തിൽ അന്ധന്മാരുടെ ലോകത്തെത്തിയപ്പോഴത്തേക്ക് ആ അന്ധന്മാര് ഈ ഒരു രീതിയിലാണ് കഥ വന്നേക്കുന്നത്. അതായത് ഇരുളിന്റെ ലോകത്തെ രാജാവ് എന്ന് പറയുമ്പോൾ ഈ അന്ധന്മാരുടെ ലോകത്ത് രാജാവായിട്ട് വരുന്ന സുരേഷ് ഗോയുടെ വിജയേന്ദ്രൻ എന്നൊരു ക്യാരക്ടർ. അപ്പൊ ഇരുളിന്റെ ലോകത്തെ രാജാവ് വിജയേന്ദ്രനാണ്. ഇലാമപ്പഴത്തിന്റെ വിത്താണ് മരുന്നെന്ന് തിരിച്ചറിഞ്ഞ രഘുരാമൻ അവിടെയുള്ള നാട്ടിലെ അന്ധന്മാരെ ഇത് കഴിപ്പിച്ച് എല്ലാവർക്കും കാഴ്ച കിട്ടുമ്പോൾ അവിടെ പ്രകാശം വന്നു പകലായി. അപ്പോൾ ഇരുളിന്റെ ലോകത്തെ രാജാവ് ഇപ്പോഴും ഇരുളത്താണ്, അയാൾ ഇപ്പോഴും അന്ധനാണ്. അയാൾ വന്നാൽ പകലിന്റെ ലോകത്ത്, ഈ കാഴ്ച ഉള്ളവരുടെ ലോകത്ത് കാര്യമില്ല, കാക്കകൾ മൂങ്ങയെ കൊത്തിയൊടിക്കും. കാക്കകൾ എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ പ്രകാശത്തിൽ കാണപ്പെടുന്ന ജീവിയാണ്. മൂങ്ങകൾ ഇരുളിൽ രാത്രികാലങ്ങളിൽ കാണുന്ന ഒരു ജീവിയാണ്. അപ്പോൾ കാക്കകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാഴ്ച കിട്ടിയ ആൾക്കാർ, മൂങ്ങ എന്ന് പറയുമ്പോൾ കാഴ്ച ഇല്ലാത്ത ആൾക്കാർ, അതായത് രാജാവ്. അപ്പോൾ ഈ സിനിമയിൽ തന്നെ അവസാനം ഈ കാഴ്ചയുള്ള ആൾക്കാർ രാജാവിന്റെ ആ ക്യാരക്ടറിനെ ആക്രമിക്കാനായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് റിയൽ ലൈഫിൽ മതവിശ്വാസം മൂലം കാഴ്ച പോയിട്ടുള്ള മൂങ്ങകളും ശരിയായ ദൈവത്തെ മനസ്സിലാക്കിയ കാക്കകളും. കാഴ്ച എന്ന് പറയുമ്പോൾ ദൈവമാണ്. ദൈവം എന്ന് വെച്ചാൽ സ്നേഹം, സഹകരണം, മനുഷ്യത്വം, ഇങ്ങനെയുള്ള പോസിറ്റീവ് ഗുണങ്ങളാണ്. പിന്നെ ഈ സ്വപ്നത്തിലും യഥാർത്ഥ ജീവിതത്തിലും ജാതിയും മതമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഒറ്റ മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരുപിടി ആൾക്കാർ രണ്ട് സിനിമയിലും ഉണ്ട്. അതല്ലാതെ ഈ ജാതിയും മതമൊക്കെ മനസ്സിൽ വെച്ച് വേർതിരിവോടെ ചിന്തിക്കുന്ന ആൾക്കാർ രണ്ട് ഭാഗത്തുണ്ട്. അതായത് സ്വപ്നലോകത്തും ഉണ്ട്, യഥാർത്ഥ ലോകത്തും ഉണ്ട്. അപ്പൊ ഇതിൽ ഈ ഭ്രാന്ത് പിടിച്ച, സത്യത്തെ മനസ്സിലാക്കാത്ത, അന്ധത മൂർധന്യാവസ്ഥ എത്തിയ ആൾക്കാരുടെ അക്രമം മൂലം നല്ല മനുഷ്യരെ രക്ഷിക്കേണ്ട ഒരു സാഹചര്യം യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട്, സ്വപ്ന ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട്. സ്വപ്നലോകത്തായാലും റിയൽ ലൈഫിലായാലും തെറ്റ് ചെയ്യുന്ന മനുഷ്യരെയും അവർ ന്യായീകരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് തെറ്റ് ചെയ്യുന്നത് അവര് മോശമായതുകൊണ്ടല്ല, അവർ മനസ്സിലാക്കിയ വിശ്വാസം, മതമെന്ന വിശ്വാസമാണ് അവർ തെറ്റ് ചെയ്യുന്നത്. അത് മാറ്റി അവർ ദൈവത്തെ അറിഞ്ഞാൽ അവർ നല്ല മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ്
അവസാനിപ്പിക്കുന്നുണ്ട്. മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ സിനിമ പറയുന്നത് ദൈവവിശ്വാസം ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവൻ അന്ധത ബാധിക്കില്ല, തെറ്റായ മതവിശ്വാസത്തെ പിന്തുടരുന്നവനാണ് അന്ധത ബാധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇവരുടെ ദൈവവിശ്വാസം, ദൈവം എന്ന് പറയുന്നത് തന്നെ സത്യവും സ്നേഹത്തെയും ഒക്കെയാണ്. ഡീപ്പായിട്ട് നോക്കുമ്പോൾ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ സിനിമ അനാലിസിസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അർത്ഥവും സിനിമ തരുന്നുണ്ട്. പക്ഷേ അതിന്റെ ഇടയിൽ ഗുരുക്കന്മാരെ ദൈവമായി കാണണം എന്നൊരു കടത്താൻ ശ്രമിക്കുന്നത്, അങ്ങനെ ഒരു മരുന്ന് പയ്യെ തരാൻ ശ്രമിക്കുന്നുണ്ട് സൈഡ് വഴി. അത് സിനിമ വളരെയധികം മോശമാക്കിയിട്ടുണ്ട്, സിനിമയുടെ ഒരു മഹത്വം ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്.